ഒരു കുഞ്ഞു വൈറ്റുണ്ട്, ഒരാൾ വന്നിട്ടുണ്ട്, ജോയിൻ ചെയ്യുന്നു. ഹായ് സുരേഷ് ഏട്ടൻ, എൻ്റെ പേര് അനു എന്നാണ്. ഞാൻ അയർലൻഡിൽ നിന്നാണ്. സുരേഷ് ഏട്ടൻ എന്നെ അറിയില്ല, നമ്മൾ സംസാരിച്ചിട്ടുമില്ല. പക്ഷേ എൻ്റെ പപ്പയോട് സുരേഷ് ഏട്ടൻ സംസാരിച്ചിട്ടുണ്ട്. പപ്പയുടെ പേര് മാത്യു എന്നാണ്. പപ്പ 5 വർഷമായിട്ട് ക്യാൻസർ രോഗിയായിരുന്നു. അപ്പോൾ ട്രീറ്റ്മെൻറ്റുകൾക്കെല്ലാം ശേഷം 2020 ഓഗസ്റ്റിലാണ് പപ്പയുടെ പാലിയേറ്റീവ് കെയറിലേക്ക് ഇനി മാറണം, വേറെ ട്രീറ്റ്മെൻ്റ് ഒന്നും ഇനി അവൈലബിൾ അല്ല എന്ന് പറഞ്ഞു. എന്തെങ്കിലും ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞ് പപ്പയൊന്ന് സന്തോഷിപ്പിക്കണം, ആ ഒരു മൂഡിൽ നിന്നെങ്കിലും മാറണം. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഏതോ ഇതുപോലെ ഒരു വെളുപ്പിനെ ഉറക്കമൊന്നും ഇല്ലാതിരുന്ന സമയത്ത് ഇങ്ങനെ പെട്ടെന്നൊരു ചിന്ത എനിക്ക് മനസ്സിൽ വന്നതാണ്. പപ്പയ്ക്ക് സിനിമ എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ്. സുരേഷ് ഏട്ടൻ്റെ വലിയൊരു ഫാനുമായിരുന്നു പപ്പ. സൈലൻ്റ് അല്ലെങ്കിൽ സോഫ്റ്റ് സ്പോക്കൺ ആയിട്ടുള്ള ഒരാളായിരുന്നു. എന്നിട്ട് പോലും സുരേഷ് ഏട്ടൻ്റെ കമ്മീഷണർ പോലെയുള്ള സിനിമകളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പപ്പ എത്ര പ്രാവശ്യം കണ്ടിട്ടുണ്ടെന്ന് പോലും അറിയില്ല, അതുപോലെ ഇഷ്ടമായിരുന്നു. ഒരു ഫാൻസ് അസോസിയേഷനിൽ ബന്ധപ്പെട്ടു, ഒരു വലിയ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടൊരു മെസ്സേജാണ് അയച്ചത്. അപ്പോൾ അർജുൻ എന്ന് പറയുന്ന ഫാൻ അസോസിയേഷൻ സെക്രട്ടറിയാണ് എന്നെ അപ്പോൾ തന്നെ കോണ്ടാക്ട് ചെയ്തു. സുരേഷ് ഏട്ടൻ അന്ന് ഡൽഹിയിലായിരുന്നു. വീഡിയോ കോള് ചെയ്ത് പപ്പയോട് സംസാരിച്ചു. അപ്പം ഇങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ചൊന്നും ഞാൻ പറഞ്ഞതും ഉണ്ടായിരുന്നില്ല. വല്ലാത്ത ഷോക്ക് എന്നല്ല, ഭയങ്കരമായിട്ട് സർപ്രൈസ്ഡ് ആയിരുന്നു പപ്പ. ഭയങ്കര അധികം സന്തോഷമായി, ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് വീട്ടിലേക്ക് ഫോൺ വിളിച്ചു കഴിഞ്ഞപ്പോൾ അതുവരെ സംസാരിച്ച ആളെ ആയിരുന്നില്ല. ഭയങ്കര അധികം സന്തോഷമായിരുന്നു. പപ്പയ്ക്ക് നല്ലൊരു ആത്മവിശ്വാസം വാക്കുകളിൽ കൂടെ ഒക്കെ പകർന്നു കൊടുത്തായിരുന്നു. പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ 2021 ജനുവരി 20 പപ്പ ഞങ്ങളെ വിട്ടുപോയി. ഇങ്ങനെ ഒരു ചെറിയ സന്തോഷം അല്ലേ പപ്പയ്ക്ക്, ഇങ്ങനെ ആ ഒരു സമയത്ത് ആ ഒരു ചെറിയൊരു സന്തോഷം പകർന്നു തരാൻ പറ്റിയതിൽ ഒത്തിരി നന്ദിയുണ്ട്, ഒത്തിരി നന്ദി. ഞാൻ ശരിക്കും എനിക്ക് ആദ്യം കണ്ടപ്പോൾ മനസ്സിലായില്ല. ശരിക്കും പറഞ്ഞാൽ ആ ഫോട്ടോയിൽ കാണുന്ന ഒരു രൂപത്തിലല്ലെന്ന് തോന്നുന്നു. ഞാൻ പാലിയേറ്റീവ് കെയറിലുണ്ടായിരുന്ന സമയത്ത് വീഡിയോ കോളിൽ കണ്ടത്. പക്ഷേ പ്രസക്തമായ കാര്യം, ഇത് ഇത്രയും സംഭവിക്കുന്നത് എല്ലാവരും ചങ്ങലക്കിട്ട ജീവിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കോവിഡ് കാലഘട്ടത്തിലാണ്. 2020 ഓഗസ്റ്റ് എന്ന് പറയുമ്പോൾ എനിക്ക് പോലും ചങ്ങലയാണ്. അങ്ങനെ ഒരു സമയത്താണ് വിളിച്ചിട്ട് ഒരു 4 വാക്ക് സംസാരിച്ചാൽ, അങ്ങനെ എത്രയോ പേരെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ആയിട്ട് കോർഡിനേറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ഈ ഫാൻസ് ഗ്രൂപ്പുകൾ എത്രത്തോളം സഹായിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഇൻവോൾവ്മെന്റ് എത്രത്തോളം? ഫാൻസ് എപ്പോഴും ഈ സിനിമയ്ക്കൊരു ഫേവർ സ്ട്രോങ് ആണെങ്കിൽ ആ ഫേവർ എൻഹാൻസ് ചെയ്യുന്ന എലമെന്റ്സ് ആണ് ഫാൻസ്.